രാഷ്ട്രീയത്തിലേക്ക് വന്നത്? എങ്ങനെയാണ് കുടുംബ പശ്ചാത്തലം? രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കുടുംബം ഒരു അധ്യാപക ദമ്പതികളുടെ മകനാണ് ഞാൻ. അവർ ഈ അധ്യാപക സർവീസ് പ്രസ്ഥാനം അതുപോലെ തന്നെ നാട്ടിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടും വലിയ സമരങ്ങളൊക്കെ നയിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വലിയ സമരം തന്നെ, ആ സമരങ്ങളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം പോലും വാങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള അധ്യാപക സംഘടനയുടെ പ്രവർത്തകരൊപ്പം നിന്നിട്ട് പട്ടിണി കിടന്ന സമരങ്ങളിലൂടെ നമ്മൾ കണ്ടത് ജീവിച്ചാണ്. അതേപോലെ തന്നെ നാട്ടിലെ ഓരോ വിഷയങ്ങളും ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെ പാത പിന്തുടരേണ്ടി വരുന്നു എന്നത് വളരെ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ആവശ്യകതയാണ്. ഞങ്ങളെല്ലാ മക്കളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെ അംഗങ്ങളായി വരുന്നവർ, അംഗങ്ങളായി ജനിക്കുന്നവരെല്ലാവരും തന്നെ, ചെറിയ കുട്ടികളടക്കം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്നതിൻ്റെ ഭാഗമായി ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് EMSും AKGക്കൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, നമ്മളിപ്പോൾ പര്യടനത്തിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, കൊച്ചു കുട്ടിയെ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ പെങ്ങളെയാണ് കൊണ്ടുപോയി നിർത്തിയിട്ട് മാലയിട്ട് സ്വീകരിക്കുക എന്നൊക്കെ. അപ്പോൾ നമ്മൾ സത്യത്തിൽ അവരായിരുന്നു എന്നുള്ളതൊക്കെ പിന്നീട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ കുടുംബം മൊത്തം ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചതിൻ്റെ ഭാഗമായി വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ബാലസംഘവുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. സ്കൂൾ രാഷ്ട്രീയത്തിൽ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ജ്യേഷ്ഠനാണ് സ്കൂൾ ലീഡറായത്. ഞാൻ SFയുടെ സെക്രട്ടേറിയറ്റ് അന്നുണ്ടായിരുന്നു. അന്ന് ചെറിയ കുട്ടി എന്നുള്ള നിലക്ക് അന്നത്തെ ഈ പാർട്ടിയുടെ ഏരിയ SFയുടെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോയി. അതിനുശേഷം നമ്മൾ തുടരുകയാണ്. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ പോരാടുക എന്നത് അന്നത്തെ കാലത്തെ ഒരു മുദ്രാവാക്യമായിരുന്നു. പഠിക്കുക, പോരാടുക എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളെ അവരെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് എല്ലാ സഹായകരമായ നിലപാടും എടുത്ത് അവരെ സഹായിക്കുക, സ്വയം പഠിക്കുക, കൂടാതെ തന്നെ പോരാട്ടങ്ങളിൽ ഏർപ്പെടുക. എന്ത് തരം പോരാട്ടങ്ങളാണ്? വിദ്യാഭ്യാസ രംഗത്ത് കാലാനുസൃതമായ മാറ്റവും ഒരേ സമയം പഠിക്കുകയും പോരാടുകയും ചെയ്യുന്നതുവഴി അതിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വമാണ് ഞാൻ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ഈ കലാലയം, സ്കൂൾ, ചെറുപ്പ കാലഘട്ടം മുതൽ ഇങ്ങനെ വളർന്ന ഓരോ ഘട്ടങ്ങളിലും വന്നു. പിന്നീട് ഞാൻ ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു കോളേജിൽ അംബേദ്കർ പ്രിൻസിപ്പളായിരുന്ന, ഇന്ത്യയിലെ ഏറ്റവും വലിയ, എന്നും 1ാം റാങ്കിൽ നിൽക്കുന്നതാണ് ബോംബെ ഗവൺമെൻറ് ലോ കോളേജ്. അതിനകത്ത് അഡ്മിഷൻ കിട്ടുന്നത് വഴി അവിടെയും മറിയം ബൂട്ടുവാല, അശോക് ധോള എന്നൊക്കെ പറയുന്ന അന്നത്തെ SFI നേതാക്കന്മാരെ കൂട്ടിക്കൊണ്ടുപോയി കോളേജിൽ വന്ന് സമരം നടത്തുന്ന വഴി ബോംബെയിൽ തന്നെ ഗവൺമെൻറ് ലോ കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ, വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയമുണ്ടോ, വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ പക്ഷമുണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് അന്നത്തെ കോളേജിൻ്റെ എല്ലാ പ്രൊഫസർമാരും പ്രിൻസിപ്പളൊക്കെ തന്നെ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ പുസ്തകത്തിൽ മാത്രം ഒതുങ്ങാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ മറിച്ച് സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത്തരം പോസ്റ്റേഴ്സൊക്കെ കോളേജിനകത്ത് ഒട്ടിക്കുന്നു, ആരാണ് നിങ്ങൾ എന്നൊരു ചോദ്യത്തിന് വലിയൊരു മറുപടിയാണ് കൊടുത്തത്. അങ്ങനെ കോളേജിലെ അതിൻ്റെ സീനിയർ റെപ്രസെൻറ്റേറ്റീവായി അന്ന് എല്ലാ വിദ്യാർത്ഥികളാലും എന്നെ അവിടുത്തെ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് 1.5 മണിക്കൂറോളം ബോംബെ ഗവൺമെൻറ് ലോ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുരോഗമന ആശയങ്ങളെ സംബന്ധിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോഴാണ് അവിടെയും എൻ്റെ പക്ഷം വിജയിച്ചു. എൻ്റെ കൂടെ 1 or 2 പ്രവർത്തകർക്ക് മാത്രം ലഭിച്ചിരുന്ന അവിടെ വലിയ രൂപത്തിൽ പുരോഗമന വിദ്യാർത്ഥി രാഷ്ട്രീയം ഉടലെടുക്കുകയും അത് വലിയ രൂപത്തിൽ അത് നമുക്ക് വലിയ നേട്ടങ്ങളാവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അറിവ് വന്ന് നാട്ടിൽ വന്നു, യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം ഏറ്റെടുത്തു, പാർട്ടി ഉത്തരവാദിത്തങ്ങളിലേക്ക് വന്നു, ട്രേഡ് യൂണിയൻ എന്നൊരു പുതിയൊരു എക്സ്പീരിയൻസാണ്, അതിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് വന്നു, വക്കീൽ എന്നുള്ള രൂപത്തിൽ അതിൻ്റെ യൂണിയനിലേക്ക് വന്നു, പിന്നീട് അഭിഭാഷകൻ എന്ന രൂപത്തിലേക്ക് വന്ന മാറ്റങ്ങളാണ് PSC മെമ്പറും ചെയർമാനും ഒക്കെ ബോർഡും. അപ്പോൾ ഉടനീളം പാർട്ടിയുടെ ഒരേ തരത്തിൽ നിശ്ചയിക്കപ്പെട്ട, അല്ലെങ്കിൽ ഞാനതിനകത്ത് കയറി ചെന്നിട്ടുള്ള ഒരു യാത്ര തുടരുകയും എന്നെ ചില ചുമതലകൾ അതിനിടയിൽ ഏൽപ്പിക്കുകയും ചെയ്തതാണ് എൻ്റെ ഇതുവരെയുള്ള വ്യക്തിഗത രാഷ്ട്രീയ ജീവിതം.